ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒന്ന് പുറത്തോട്ടൊക്കെ പോവുകയാണ്. ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ. നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് ഏജൻസിയിലോട്ട് പോകണം. അവിടെ നിന്ന് ബുക്കും പേപ്പറും എന്തൊക്കെ കിട്ടാനുണ്ട്. അപ്പം ഇന്ന് ചെല്ലാൻ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് മാർക്കറ്റിൽ കയറണം. കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ തീർന്നിട്ടുണ്ടായിരുന്നു, അത് മേടിക്കണം. അങ്ങനെ മൂന്നാംകുറ്റി ചെന്നിട്ട് നമുക്ക് ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നടന്നേ. വരുന്ന വഴിക്ക് കാലിയോട്ടം ഉണ്ടെങ്കിൽ അത് കയറാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും കണ്ടില്ല. മൂന്നാംകുറ്റി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സങ്ങ് മാറിയിട്ട് ഞാൻ വിചാരിച്ചു കുറേ നാളായാലും നടന്നിട്ട്, അതുകൊണ്ട് ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി നടന്നേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ബുക്കൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അടുത്തുള്ള ബേക്കറി കയറി 2 പപ്സ് മേടിച്ചു. അന്ന് ഞങ്ങൾ പപ്സ് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞു അവിടെ കയറി പപ്സ് മേടിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കയറി പപ്സ് മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാംകുറ്റി വന്നു. മാർക്കറ്റിൽ കയറി പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നല്ല ശരിക്കും പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ ഉപ്പാട് വന്നെന്ന് വേണം പറയാൻ. വെയിറ്റും എല്ലാം കൂടെ പിടിച്ചു വരുമ്പോൾ നല്ല പാടാണ് കേട്ടോ. മുന്നിലത്തെ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂട്ടിയൊക്കെ മേടിച്ചുകൂടെ, സ്കൂട്ടി ഇല്ലേ, ഉണ്ടെങ്കിൽ എളുപ്പമാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്കൂട്ടി ഉണ്ട്, ലൈസൻസ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം ലൈസൻസ് മാത്രമേ കയ്യിലുള്ളൂ, സ്കൂട്ടി ഇല്ല. സ്കൂട്ടി ഇങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്ന് കൊടുത്തു. അങ്ങനെയൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ വർഷങ്ങളായി ഇപ്പം സ്കൂട്ടിയൊന്നും അങ്ങനെ ഓട്ടിക്കുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി ഒന്നും കൂടി ഒന്ന് ഓട്ടിച്ച് പഠിച്ചാൽ മാത്രമേ എനിക്ക് ചിലപ്പം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം കുറേ നാളുകൊണ്ട് എടുക്കാണ്ടൊക്കെ ഇരിക്കല്ലേ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട്. പതിയെ കൊണ്ട് ഒരു വണ്ടി എന്ന് വെച്ചാൽ സ്കൂട്ടി നമുക്ക് പറഞ്ഞാൽ വാങ്ങിക്കണം എന്നിങ്ങനെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് പതിയെ കൊണ്ട് വാങ്ങിക്കണം എന്നും പറഞ്ഞ് ഇരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മാർക്കറ്റിൽ നിന്നൊക്കെ വന്ന് സാധനങ്ങളൊക്കെ പറക്കി വെച്ചതിന് ശേഷം പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി കൈയോടെ, കാരണം സമയത്തിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂത്തൊക്കെ വാരിയിട്ട് പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കുളിച്ചിട്ട് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നതിന് ശേഷം പിന്നീട് നേരെ വന്ന് ഞാൻ ചായ കോഫി എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞാണ് കുഞ്ഞൻ വന്നത്. എനിക്ക് നല്ലൊരു തലവേദന ഉണ്ടായിരുന്നു രാവിലെ നിന്ന് വൈകിട്ട് ഇറങ്ങി നടന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കോഫിക്ക് പാലടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അടുത്ത് നിന്ന് അന്ന് ഇങ്ങനെ കോഫി ഇടുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ യൂസ് ചെയ്യുന്ന കോഫി പൗഡർ ഇതായിട്ടോ. ഞങ്ങൾ ബ്രൂവിൻ്റെ കോഫിയാണ് മേടിക്കുന്നത്. അത് 2 പാക്കറ്റില്ലേ, 2 രൂപ പാക്കറ്റാണ് കേട്ടോ മേടിക്കുന്നത്. അത് ഞാനൊരു മാല പോലെ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കും. വല്ലപ്പോഴും ഒക്കെ കോഫി എടുത്തുള്ളൂ, അപ്പോഴത്തേക്ക് ഇതെടുക്കും. ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് 2 പാക്കറ്റ് ഞാൻ എടുക്കും കേട്ടോ. ഇച്ചിരി കടുപ്പമൊക്കെ കൂട്ടി ഇച്ചിരി മധുരമൊക്കെ ഇട്ട് അങ്ങനെ എടുക്കുന്നത് അത് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 2 പേർക്കും കൂടെ തികയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ 2 കൂടെ എടുക്കും. നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓക്കെയാണ് കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഓക്കെയാണ്. അതുകൊണ്ട് ഞാൻ മേടിക്കുന്നു. അത് നിങ്ങൾക്ക് മേടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് വാങ്ങിച്ചാൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ കോഫിയൊക്കെ ഇട്ട് ഞങ്ങൾ കഴിക്കാൻ വന്നിരുന്നു. ഇത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊന്നും അല്ല കേട്ടോ. കറണ്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചിരുന്നത്. എമർജൻസി ചെറുതൊരെണ്ണം ഇരിപ്പുണ്ട്, അതിൻ്റെ ചാർജ് തീർന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് വെട്ടം അധികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തായാലും കറണ്ട് വന്നു. പിന്നെ പപ്സ് മേടിക്കാൻ കയറിയപ്പോൾ ഞാൻ 2 ലഡുവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ലഡു കഴിക്കാൻ ഇപ്പോൾ ഭയങ്കര കൊതിയായിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ ലഡു 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പപ്സ് ശരിക്കും പറഞ്ഞാൽ അന്നത്തേൻ്റെ അത്രയും അങ്ങോട്ട് ശരിയായിട്ടില്ല. ശരിക്കും തണുത്ത് പോയതുകൊണ്ടായിരിക്കും. നല്ല കട്ടിയുണ്ടായിരുന്നു കേട്ടോ. ചവയ്ക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ രാവിലെയല്ലേ കഴിച്ചിരുന്നു, പിന്നെ വൈകുന്നേരം ആയല്ലോ. അപ്പോൾ അത്രയും നേരത്തിൻ്റെ ആ ഒരു വ്യത്യാസം വരുമല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ പിന്നെ ഇനി വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇത്രയും കഴിക്കുമ്പോൾ തന്നെ വയറ് ഡിമ്മാവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ പരിപ്പോടെയും കൂടെയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് അടിപൊളി, എൻ്റെ പൊന്നെ വയറ് ഡിമ്മായി. പിന്നെ ഇനി ഒന്നും വേണ്ടാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ മാറ്റി വെച്ചാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ രാത്രി നമ്മൾ വെള്ളം കുടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ചൂടായിരിക്കുമല്ലോ, അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം രാത്രി എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ ഉറങ്ങുന്ന സമയം വരെ ഇങ്ങനെ വെള്ളം കുടിക്കും. അതിനുശേഷം പിന്നെ പച്ചക്കറിയൊക്കെ തട്ടിയിട്ട് ഒന്ന് പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോയിട്ടോ. 100 പച്ചക്കറിയാണ്, ഒന്നുമില്ലാത്ത പോലെ തോന്നി. ആ ഉള്ളിയൊക്കെ ഞാൻ സെപ്പറേറ്റ് മേടിച്ച കേട്ടോ. 1 കിലോ മേടിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ 50 പച്ചക്കറി മേടിക്കുന്നതാണ് ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ വരും. പിന്നെ ഈ അല്ലാത്ത വെട്ട് സാധനങ്ങളൊക്കെ ഇതേ കൂട്ടൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഈ ക്യാബേജ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ലെന്നേ ഉള്ളൂ.
എന്തൊക്കെ പറഞ്ഞാലും വെറുതെ നഷ്ടമായി പോയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടാൻ പെട്ടിട്ട് കാര്യമില്ലല്ലോ. അടുത്ത പ്രാവശ്യം 50-ൻ്റെ തന്നെ മേടിക്കാമെന്നും പറഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് പച്ചക്കറി എടുത്ത് ഞാൻ അരിഞ്ഞു വെക്കുകയാണ് അവിയലിന് വേണ്ടിയിട്ടാട്ടോ. നാളെ രാവിലെ അന്നേരം വലിയ പാട് വരത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തലേന്ന് രാത്രി തന്നെ എല്ലാം അരിഞ്ഞു ഇറക്കി വെക്കുകയാണെങ്കിൽ പകുതി ജോലി അങ്ങ് കുറഞ്ഞു കിട്ടും കേട്ടോ രാവിലെ. അപ്പം ഇങ്ങനെ പിഴച്ചടിക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പച്ചക്കറിയൊക്കെ അങ്ങ് അരിഞ്ഞു ഇറക്കിയൊക്കെ അങ്ങ് വെക്കും കേട്ടോ. അതാകുമ്പം ഒരു ആശ്വാസമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ നമുക്ക് അരപ്പ് വരട്ടിയൊക്കെ അങ്ങ് വെച്ചാൽ മതിയല്ലോ. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്ളോഗിനകത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരണമെന്ന്. അത് വേറൊന്നും അല്ല കേട്ടോ. കുറേ കുഞ്ഞുമക്കളും അനിയത്തിക്കുട്ടികളും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നതല്ലേ. അപ്പോൾ അവർക്കും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം വന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചത് ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലും ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും അത് കണ്ടൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല പിന്നെ കുറേ നമ്മളുടെ പ്രിയപ്പെട്ട കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനൊരു നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരിൽ ഓരോരുത്തരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതാമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു കേട്ടോ. കുറേ നാളിന് മുന്നേ ഉള്ളൊരു ആഗ്രഹമാണ്. അത് ഞാൻ കഴിഞ്ഞൊരു വർഷത്തെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിന് വലിയ പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പം ഞാൻ വീണ്ടും അത് പൊടിതട്ടി എടുത്തിയാട്ടോ. അന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീണ്ടും പൊടിതട്ടി എടുത്താണ്. എനിക്കൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളിടുന്ന വ്ളോഗിനകത്ത് ആഴ്ചയിൽ ഒരു വ്ളോഗിനകത്ത് നമ്മൾ ഇതോട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു എഴുതാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എനിക്കും എന്തെങ്കിലുമൊക്കെ എഴുതി അറിയിക്കണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ വേറൊരു വ്ളോഗിനകത്ത് ചെയ്യുന്നതായിരിക്കും. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും തുടങ്ങാമല്ലേ. നെക്സ്റ്റ് വീഡിയോ തൊട്ട് അതിനകത്ത് ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ.